ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു മുട്ടച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാവേ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ മുട്ടച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്. അപ്പോൾ മീഡിയം വലുപ്പമുള്ള ഒരു സവോള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നമ്മളൊരു ഹാഫ് പോർഷൻ എടുത്തിട്ടുള്ളത് അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറുവാപ്പട്ട വേണം, അത് കുറച്ച് നമുക്ക് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും വേണ്ട, ഒരു 3-4 ചെറിയ കഷ്ണം എന്താ പറയുക വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും മതി. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കറുവാപ്പട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പൊടിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പോൾ 2 പേർക്ക് കഴിക്കാനായിട്ടുള്ള ഒരു മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇളക്കാനൊക്കെ പാകത്തിനുള്ള അത്യാവശ്യം വാവട്ടമുള്ള പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്, അപ്പോൾ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കുറച്ച് വെക്കാവേ. എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറുവാപ്പട്ട പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫ്ലേവർ ഫുൾ ആ ഓയിലിൽ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അത് വഴറ്റുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അതേ നന്നായിട്ട് വഴന്ന് വരുന്ന കഴിയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ റൈസിനും കൂടെ ഉള്ള ഉപ്പും കൂടെ ഒന്ന് നോക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ വഴന്ന് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ മഞ്ഞ കളറിലിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു ചെറിയ കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മുളക് ഇടാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇടണ്ട. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ആയി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ആ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ തക്കാളിയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകം വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാവേ. അപ്പം ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അപ്പോൾ ചിക്കി എടുത്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഡ്രൈ ആക്കി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ചിക്കി എടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ മസാലയെല്ലാം നമ്മുടെ ഈ മുട്ടയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ആ മുട്ടയ്ക്കാണെങ്കിലും നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഉടഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ആ മുട്ടയുടെ ഇതെല്ലാം മാറി നല്ല ഡ്രൈ ആയിട്ട് വരുന്ന ആ സമയമാകുമ്പോഴത്തേക്കും അതായത് ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി നമ്മുടെ റൈസ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ എഗ്ഗ് ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഇച്ചിരി കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ടൊന്ന് നമ്മുടെ എല്ലാ വശത്തും നമ്മുടെ റൈസിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മസാല വരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഈ മിക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പം നമുക്ക് ഒരു 2 മുട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കാണാൻ തന്നെ നല്ല രസമില്ല. ഇതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റും ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണേൽ സാലഡോ അല്ലെങ്കിൽ സാലഡ് ഇല്ലെങ്കിൽ നമുക്ക് അച്ചാറാണെങ്കിൽ നാരങ്ങ അച്ചാറിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മൾ എന്നും ചോറൊക്കെ തിന്ന് മടുത്തെങ്കിൽ എന്തായാലും നമ്മളിത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.